വിഴിഞ്ഞത്ത് 2 പേര് മരിച്ച അതിന് കാരണമായ മീൻമുട്ടയുടെ ഉറവിടം തേടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിലേക്ക്. വിഴിഞ്ഞത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, അസ്മാക്ക് എന്ന ഹോട്ടലിൽ നിന്ന് അവിടെ ഫിഷ് കഴിക്കാൻ ധാരാളം പേര് അന്ന് അവിടെ വന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആ ഹോട്ടലിൽ രാത്രി 2:30-3 മണി വരെ ഫിഷ് വിറ്റുകൊണ്ടിരുന്നു, സീ ഫുഡ്. ആ ഹോട്ടലിൽ ആഹാരം കഴിച്ച 2 പേര് മരണപ്പെട്ടു. 9 പേര് ഇപ്പോൾ ആശുപത്രിയിലാണ്. അതിൽ 1-2 പേര് ഗുരുതരാവസ്ഥയിലാണ്. സീ ഫുഡ് കഴിക്കാൻ ഫേമസായ അസ്മാക്ക് ഹോട്ടലിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നിരുന്നു. 400ഓളം പേര് വന്നെന്നാണ് കരുതുന്നത്. സീ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. രാത്രി 2 മണിയായപ്പം കട സ്റ്റോക്ക് തീർന്നുകൊണ്ട് കട അടച്ച് അവിടെ എല്ലാം വെളിപ്പാക്കി വേസ്റ്റായ കാര്യങ്ങളെല്ലാം ഡിസ്പോസ് ചെയ്ത് കട അടച്ച് അവർ പോവുകയും ചെയ്തു. അതിനുശേഷം വെളുപ്പിനെയാണ് മനസ്സിലായത് ആഹാരം കഴിച്ച 2 പേര് മരണപ്പെട്ടുവെന്ന്. അത് പിന്നെ 8-9 പേര് ഹോസ്പിറ്റലായെന്നുള്ളൂ. പോലീസ് അവിടെ വന്നിട്ട്, വിഴിഞ്ഞം പോലീസ് വന്നിട്ട്, ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും വന്നിട്ട് വിഷാംശമുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതിൻ്റെ മിച്ചം എടുക്കാൻ വന്നപ്പം ലഭിച്ചില്ല. കാരണം അവരതെല്ലാം കളഞ്ഞ് ഹോട്ടലടച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി, പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പോലീസിനോ അവർ കഴിച്ച ആഹാരത്തിൻ്റെ ഒരു സാധനവും അവിടുന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് സീ ഫുഡ് കഴിക്കാത്തവർ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. സീ ഫുഡും കൊഞ്ചും കഴിച്ചവരാണ് മരണപ്പെട്ടതെന്നാണ് പോലീസും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും കണക്ക് കൂട്ടിയെടുത്തത്. എന്തായാലും ഇപ്പോൾ അവർ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ആ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോഴാണ് ഈ സീ ഫുഡ് ഇല്ലാത്ത എഗ്ഗ് അല്ലെങ്കിൽ മുട്ട അതൊക്കെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ സീ ഫുഡ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ആ കയറ്റുമതി ചെയ്യുമ്പം അതിൻ്റെ ഫുഡ് അല്ലെങ്കിൽ ആ ഫിഷിൻ്റെ അകം കീറി അതിനകത്തുള്ള എഗ്ഗും അതുപോലെയുള്ള അതിനകത്തുള്ള മുഴുവൻ സാധനം ഗട്ട് ഉൾപ്പെടെ എല്ലാം വെളിയിൽ തള്ളും. അതിനുശേഷം ആ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുകയാണ്. വെളിയിൽ തള്ളുന്ന ഈ വേസ്റ്റ് അതിന് വലിയ ഡിമാൻഡാണ്. അത് പലരും നല്ല വിലയ്ക്ക് വാങ്ങും, ഹോട്ടലിലെ ഫുഡിനൊപ്പം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്തവർക്കാണ് ഇത് പറ്റിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ സീ ഫുഡ് പ്രത്യേകിച്ച് അതിൻ്റെ എഗ്ഗ്, അതിൻ്റെ ഗട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈൻ, അല്ലെങ്കിൽ അതിൻ്റെ കുടലുകൾ, ഇതെല്ലാം രുചികരമാണ്. അതിനകത്ത് ഒമേഗ-3 ഫാറ്റി ആസിഡ് ധാരാളമുണ്ട്. പ്രോട്ടീൻ B12 ഉണ്ട് അതിനകത്ത്, സെലേനിയം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമുക്കറിയാം, മീൻ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല് ഉണങ്ങിയത്, മുള്ള് കടിക്കാൻ പറ്റുന്നതും ചവച്ചരയ്ക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ തലയും എല്ലാം കഴിക്കും. അതൊക്കെ ഫാറ്റി ആസിഡ് അതിൻ്റെ അകത്ത് ധാരാളം ഉള്ളതുകൊണ്ടാണ് അത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനും ഹാർട്ടിനുമൊക്കെ നല്ല ഹെൽത്ത് കിട്ടുന്നതാണ്. എങ്കിലും അവിടെ എവിടെയോ ഒളിച്ചിരുന്ന വിഷാംശമുള്ള സാധനങ്ങളാണ് മരണകാരണമെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ കരുതുന്നു. അതുകൊണ്ടാണ് അവർ ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നത്. കാരണം അവിടുന്ന് സാധാരണഗതിയിലായിട്ട് അവിടുന്ന് ഈ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കണ്ടെടുക്കേണ്ട സാധനങ്ങൾ, അവിടുത്തെ എഗ്ഗ് വേസ്റ്റ്, അതുപോലെ മീനിൻ്റെ വേസ്റ്റ്, അത് ധാരാളമായി അവിടെ ഫിഷ് കയറ്റുമതി ചെയ്യുന്ന സ്ഥലത്ത് ഇത് ടണ്ണ് കണക്കിന് സാധനങ്ങൾ വയറ്റിനകത്തുള്ള എല്ലാം വെളിയിൽ തള്ളും. അത് കഴുകി വൃത്തിയാക്കി എഗ്ഗും കൂടെ ചേർത്തിട്ടാണ് കേരളം അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലേക്കും അവർ നല്ല വിലയ്ക്ക് കൊടുക്കുന്നത്. ഇതിനകത്ത് നമുക്കറിയാം, ഫാറ്റി ആസിഡും ഒമേഗയൊക്കെ കൂടുതലുള്ളതുകൊണ്ട്, പ്രോട്ടീൻ B12 ഒക്കെ ഉള്ളതുകൊണ്ട് പലരും ഇത് വാങ്ങിച്ച് കഴിക്കുന്നത്. പക്ഷേ അപകടം അതിൻ്റെ അകത്ത് ഉണ്ട് എന്നിപ്പോൾ നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഈ എഗ്ഗിനകത്തും അല്ലെങ്കിൽ ഈ മീൻ വേസ്റ്റിനകത്തു നിന്ന് ഈ വിഷാംശം കലർന്ന സാധനം മനുഷ്യരുടെ ശരീരത്തിലേക്ക് വന്നത്? തീർച്ചയായിട്ടും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് നേരിട്ട് നമ്മുടെ ബ്രെയിനെ തന്നെ അത് ബാധിക്കും. അതിന് യാതൊരു സംശയമില്ല. കാരണം വിഷാംശം പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് അത് തലച്ചോറിലേക്ക് പോകും. ഒരു സെറിബ്രൽ ഡെത്ത് തന്നെ ഉണ്ടാകും എന്ന് പറയേണ്ടി വരും. കാരണം ഇവർക്കൊക്കെ ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ വന്ന് ഇമ്മീഡിയറ്റായിട്ട് തന്നെ ആശുപത്രിയിൽ അവരെ കൊണ്ടുപോയപ്പം തന്നെ അവർ മരണപ്പെട്ടു 2 പേരും.
വിഷാംശം നല്ല രീതിയിൽ ഉണ്ടായിരുന്നുവെന്ന്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യതയില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ 2 പേരുടെയും മരണകാരണം വ്യക്തമല്ല. കാരണം അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അത് കെമിക്കൽ എക്സാമിനർ ലാബറട്ടറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വിഷാംശമുള്ള സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ഏതായാലും ശരീരം അത് അക്കോമഡേറ്റ് ചെയ്തില്ല, അല്ല അക്സെപ്റ്റ് ചെയ്തില്ല. അതിന് പകരം അത് റിജക്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അതിനകത്തുനിന്ന് വമിച്ച ആ വിഷാംശം നേരെ തലച്ചോറിലെത്തി അവർ പെട്ടെന്ന് അൺകോൺഷ്യസായി അവർ മരണപ്പെടുകയും ചെയ്തെന്നുള്ളതാണ്. ഏതായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗക്കാരും പോലീസും അവർ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഈ ഫിഷ് വേസ്റ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി സാമ്പിൾ എടുക്കും. അതിനകത്ത് സാധാരണഗതിയിൽ അതിനകത്ത് വിഷാംശമുള്ള സാധനങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ വേസ്റ്റിനകത്ത് അതിനകത്ത് ഈ ഫിഷിൻ്റെ ഏതൊക്കെ ഐറ്റങ്ങളാണ് സാധാരണ കേരളത്തിലേക്കും മറ്റൊരു സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നതെന്ന് അവർ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിനകത്ത് എഗ്ഗ് മാത്രമല്ല, അതിൻ്റെ ഇൻഡസ്റ്റൈൻ, അതിൻ്റെ ആ ഫിഷിൻ്റെ അകത്തുള്ള എല്ലും അകത്തുള്ള ചില ഇൻഡസ്റ്റൈനിൻ്റെ പദാർത്ഥങ്ങളും അത് വെളിയിലോട്ട് വിടുന്ന ചില സാധനങ്ങളുണ്ട്. ഫിഷിൻ്റെ വേസ്റ്റും അങ്ങനെ വെളിയിൽ തള്ളുന്ന ആ സാധനങ്ങൾ കൂടുതൽ ഇതിനകത്ത് വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുതന്നെയല്ല, ഇപ്പോഴും വിഴിഞ്ഞം ഏരിയയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, വിഴിഞ്ഞം ഏരിയയിലുള്ളവർ പലരും അവിടെ ടൂറിസ്റ്റുകൾ അധികം തങ്ങുന്നില്ല, വർക്കലയ്ക്ക് പോകുന്നു. കാരണം അവിടുത്തെ കടൽ വെള്ളം മലിനമാണ്. ധാരാളം കപ്പലുകൾ വരുമ്പം 10-40 കിലോമീറ്റർ ചുറ്റളവിൽ വരെ അതിൻ്റെ വേസ്റ്റും അതിൻ്റെ പോയിസണസായ അതുമെല്ലാം വെളിയിലോട്ട് വരുന്നുണ്ട്. അത് ഈ മീൻ കൂട്ടങ്ങൾ ഭക്ഷിക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും പ്രത്യേക തരത്തിലുള്ള പോയിസണസായ കാര്യം ഉള്ളിൽ ഫോം ചെയ്തു. പക്ഷേ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള വെള്ളത്തിൽ, നല്ല വെള്ളത്തിലുള്ള ഫിഷുകളുടെ വേസ്റ്റിനകത്ത് എഗ്ഗും അവരുടെ ഇൻഡസ്റ്റൈനും അല്ലെന്നുള്ള അതുപോലുള്ള സാധനങ്ങളും ഒക്കെ കഴിച്ചാൽ, കഴുകി വൃത്തിയാക്കി കഴിച്ചാൽ അത് നല്ലതാണ്, വൈറ്റമിൻ കൂടുതലുള്ളതാണ്. എങ്കിലും എവിടെയോ ഒരു ചതി വന്നിരിക്കുന്നു. അത് ഫിഷിനകത്ത് തന്നെയായിരിക്കണം. അത് കടലിൽ നിന്ന് ഏതെങ്കിലും കഴിച്ച ഫിഷുകൾ കൂട്ടത്തോടെ വന്ന് വെട്ടി വിഴുങ്ങിയ ഏതെങ്കിലും സാധനത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കണം ആ ഫിഷിന്. സാധാരണഗതിയിൽ ധാരാളം പേര് വർഷങ്ങളായിട്ട് ഈ ഫിഷ് എഗ്ഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇപ്പം കഴിച്ച എഗ്ഗിൻ്റെ അകത്തായിരിക്കണം ആ പോയിസണസ് ആയ കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് അതിലേക്ക് കണ്ടെത്താൻ ഉള്ള ഒരു ശ്രമമാണ് പോലീസും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും നടത്തുന്നത്. പക്ഷേ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.